കാഡിസ് എന്ന് പറഞ്ഞാൽ പണ്ട് പോർച്ചുഗീസുകാർ പ്രിയ സുഹൃത്തുക്കളെ ഇവര് കാഡിസിനെ പറ്റുമെന്ന് അറിയില്ല. നിങ്ങളെ ഈ വ്ളോഗ് കാണുന്ന ഇവരെല്ലാവരും അർജുൻ സപ്പോർട്ട് ചെയ്തോ, പക്ഷെ അവനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഒരു കാര്യമില്ലാതെ വളരും, ആ വളയുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇവനെ എന്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയതാണ് ഞാൻ. അപ്പൊ നമ്മൾ ഇന്ന് കാഡിസിലാണ്. സ്പെയിനിലെ ഒരു അതിമനോഹരമായ ഒരു പോർട്ടാണ് കാഡിസ്. അപ്പോൾ കാഡിസിലെ ഒരുപാട് വിശേഷങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എൻ്റെ ഫേസ്റ്റ് വ്ളോഗിങ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുറേ വീഡിയോസ് അല്ലാതെ നമ്മൾ ഓൺലൈൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓൺ വോയിസ് ഫേസ് റിവീൽ വ്ളോഗിങ് പോലെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല ക്രൂസ് ടെർമിനൽസ്, അതുപോലെ നല്ല പോർട്ട്സ് എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു വ്ളോഗിങ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അപ്പോൾ നമുക്ക് കാഡിസ് കാണാം. അപ്പോൾ ഇവിടെ കുറേ കാണാൻ നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു കെട്ടിടം കണ്ടോ. എനിക്കിതെന്താണെന്ന് അറിയില്ല, പക്ഷേ സംഭവം കൊള്ളാം. പിന്നെ അടുത്തൊരു ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ ഈ ഒരു സൈഡിലേക്കാണ് നമ്മുടെ മാർക്കറ്റും മറ്റു സാധനങ്ങളൊക്കെ. ഇന്നെന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം നമുക്ക് ഡ്യൂട്ടി ടൈമിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യാം. ഓക്കെ, ഒരു ചെറിയൊരു ആർട്ട് സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആർട്ട് നിങ്ങൾക്ക് കാണാം, ബാക്കിൽ കാണാം നിങ്ങൾക്ക് ഒരുപാട് ആർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഞങ്ങളല്ലാതെ കാണിച്ചു തരാം. ഇവിടെ ഫുൾ ആർട്ട് സ്ട്രീറ്റാണ്. ഇവിടുത്തെ കുറേ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, ഇവിടുത്തെ കുറേ സ്പെഷ്യൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിങ്സ് മറ്റ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ അതുപോലെ തന്നെ റിങ്സ് കാര്യങ്ങൾ. ഇവിടെ വരുമ്പോൾ അടുത്ത ഒരു വെറൈറ്റീസ് ഓഫ് അവർ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും കുറേ മനോഹരമായ കാഴ്ചകൾ കാണാം, കുറേ ലോക്കറ്റ്സ് കാര്യങ്ങൾ, അതുപോലൊപ്പം തന്നെ കുറേ സാധനങ്ങൾ കാണാം. നല്ല ഭംഗിയായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ ഇവിടുത്തെ കുറേ ഹാൻഡ് ക്രാഫ്റ്റ്സ് കാര്യങ്ങൾ. കാഡിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഓരോന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് നല്ല കുറേ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ, ഹാൻഡ് മെയ്ഡ് ആർട്ടിസ്റ്റായിട്ടുള്ള സാധനങ്ങൾ, പെയിൻറ്റിങ് ഇവിടെ തന്നെ ചെയ്ത ഒരുപാട് പെയിൻറ്റിങ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറേ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സും മറ്റു കാര്യങ്ങളും, അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളെല്ലാം കൂടുതലുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ വില കൊടുത്ത് ഈ സാധനങ്ങളൊന്നും മേടിക്കാറില്ല, എങ്കിലും കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗായ്സ്, നമ്മൾ വീണ്ടും കാഡിസിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള സനലിനെ കണ്ടുമുട്ടി. കാസർഗോഡുള്ള സനലാണ്. അത് അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സച്ചിൻ ഫ്രം എറണാകുളം, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സാർ ശേഖരൻ സാർ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെയാണ് ഇന്നിവിടെ കാഡിസ് കാണാൻ ഇറങ്ങുന്നത്. കാഡിസിലെ ഓരോ കാഴ്ചകൾ കണ്ട് വന്നപ്പം അതിമനോഹരമായൊരു കാഴ്ച കണ്ടു. അത് നിങ്ങളെ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു അടിപൊളി പുള്ളിക്കാരൻ വേണ്ടേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സെറ്റ് ഓഫ് ആ ഒരു സാധനങ്ങളെല്ലാം വെച്ചിട്ട് പുള്ളി ഇങ്ങനെ പാട്ട് വായിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. കറക്കമെല്ലാം കഴിഞ്ഞ് നമ്മളിനി KFCയിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവരും ഉണ്ട്. സനലാണ് ഏറ്റവും കൂടുതൽ വിശപ്പുള്ളതെന്നാണ് പറഞ്ഞത്. സനലിനെ കൊണ്ട് നമ്മൾ KFCയിലേക്ക് പോവാണ്. സനൽ, നമ്മൾ KFCയിലേക്ക് അടക്കാം. കാഡിസിൻ്റെ എല്ലാ മനോഹാരിതയും കണ്ടിട്ട് നമ്മൾ KFCയിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഹായ് കൊച്ചാട്ട. അപ്പോൾ കാഡിസ് കറക്കത്തിന് ശേഷം ഞങ്ങൾ ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ്. KFCയുടെ അതിമനോഹരമായ ബ്രാസ്റ്റഡ് ചിക്കൻ. സനൽ അസസ്സനാണ്. എല്ലാവരും ഉണ്ട്. നിറയെ പാനീയങ്ങളും അതോടൊപ്പം തന്നെ ഐസ്ക്രീമും അതോടൊപ്പം തന്നെ ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ സോസും ബ്രോസ്റ്റഡ് ബക്കറ്റ് ചിക്കനുമാണ് ഇന്നത്തെ ആഹാരം. കാഡിസിലെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊടിയ ചർച്ചകൾ. സച്ചിൻ, എന്താണ് കാഡിസിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് പറയാനുണ്ട്, കാഡിസ് അടിപൊളിയാണ്. എല്ലാവരും പോകുക. കാഡിസ് എന്ന് പറഞ്ഞാൽ പണ്ട് പോർച്ചുഗീസുകാർ പ്രിയ സുഹൃത്തുക്കളെ ഇവര് കാഡിസിനെ പറ്റുമെന്ന് അറിയത്തില്ല. പണ്ട് പോർച്ചുഗീസുകാർ ആധിപത്യം നേടിയ നാടാണ് കാഡിസ്.
എന്നിട്ട് ഒന്നുമില്ല. എന്നിട്ട് ഇപ്പോൾ നല്ല വൈബസാണ്. ഇന്ത്യക്കാർ നമ്മൾ കുറേ ഷിപ്പ് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. റോയൽ കരീബിയൻ ആണെങ്കിലും പിയാനോ ക്രൂസസ് ആണെങ്കിലും MSC ആണെങ്കിലും വരുന്നുണ്ട്. നല്ല ഷോപ്പിങ്ങിന് പറ്റിയൊരു നാടാണ് കാഡിസ്. പിന്നെ വൈഡ് വെറൈറ്റി ഓഫ് കൾച്ചേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഓഫ് ഷോപ്പിംഗ്. സച്ചിൻജി എന്താണ് അഭിപ്രായം? അപ്പം ഭക്ഷണത്തിന് ശേഷം നമുക്ക് ബാക്കി വിശേഷമെല്ലാം കേൾക്കാം. പൊടിപാറിയ പോരാട്ടത്തിന് ശേഷം നമുക്ക് കാണാം. ഇവൻ ഒറ്റയ്ക്കാണ് ഈ ബക്കറ്റ് കാച്ചിയത്. അതും പോരാത് ഒരു ബക്കറ്റുണ്ടല്ലോ കിടക്കുന്നു. ഇത് സമൂഹം അറിയാതെ പോകരുത്. ഈ അപ്പൂപ്പന്റെ മണമുള്ള ഈ ബക്കറ്റ് ഇവരറിഞ്ഞത്. യുദ്ധം, കാഡിസിലെ യുദ്ധം. സച്ചിൻജി, എന്താണ് ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയാനുള്ളത്? സനല് കഴിച്ചത്രയും വേറെ ആരും കഴിച്ചിട്ടില്ല. ഈ ഫുഡിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാന് ഭയങ്കര ഫുഡ് ലവർ ആയിരുന്നു പണ്ടേ. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫുഡൊന്നും കഴിക്കില്ല, കള്ളൊന്നും കുറക്ക. കള്ള് കുറക്കാൻ പറ്റുന്നില്ല, ഫുഡ് കുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോണു. നിങ്ങളെ ഈ വ്ളോഗ് കാണുന്ന എല്ലാവരും അർജുനെ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ അർജുനായിട്ട് സപ്പോർട്ട് ചെയ്തോ, പക്ഷെ അവനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാര്യമില്ലാതെ വളരും. ആ വളയുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇവനെ എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയതാണ് ഞാൻ. അപ്പം ഈ ഒരു കാഡിസിലെ ഈ ഒരു ഫുഡ് കൊള്ളാം. താങ്ക് യു KFC. ചേട്ടനാണ് നമുക്ക് ഫുഡെല്ലാം തന്നത്. ഈ പുറം നിൽക്കുന്ന പുള്ളിയാണ്. അപ്പം നമുക്ക് താങ്ക്സ് ബ്രോ. അപ്പം കാഡിസിലെ KFCയോട് ഇവിടെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയാണ്. ഓഹല കാഡിസ് ബിയൻവെനിദിസോസ്. നമ്മുടെ നായകൻ സനലാണ് സ്ലോ മോഷനിൽ കടന്നു വരുന്നത്. BGMനൊത്ത് ഡാൻസ് ചെയ്ത് ഇവിടത്തേക്കും വരുന്നു. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഏതാണ് കാഡിസ്? നിരവധി മദാമ്മമാരും അതോടൊപ്പം അവർ ഭർത്താക്കന്മാരും നടക്കുന്ന ഒരു കാഡിസ് തെരുവിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ ഒരു പട്ടി. നിങ്ങൾക്ക് എൻ്റെ ഷിപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പിയാനോ ക്രൂസിൻ്റെ ഷിപ്പ്. നമ്മൾ ടെർമിനലിലേക്ക് കയറുകയാണ്. നമ്മുടെ ഷിപ്പ് നമ്മുടെ ടെർമിനലാണ്. ഇതിപ്പോൾ കാഡിസിലെ ടെർമിനലാണ്. നമ്മുടെ പ്രിയങ്കരനായ സനൽ നമ്മോടൊപ്പം ചേർന്നു. സനൽ പറയൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ യാത്ര. അതെ, കാഡിസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാഡിസ് വളരെ വെറൈറ്റി ഓഫ് ഫുഡ്, വെറൈറ്റി ഓഫ് ആൾക്കാർ. അതല്ലേ, നമ്മളിങ്ങനെ കാണാൻ പറ്റി. നമുക്ക് പുതിയ ആൾക്കാർ. അപ്പൊ നമുക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് ബോട്ടുകൾ വരുന്നില്ലേ? വരുന്നുണ്ട്. നമുക്ക് അടുത്ത നോർവേയിലാണ് വരുന്നത്. അടുത്ത നോർവേ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനിയും ജർമ്മനി, ഇറ്റലി, അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ നമ്മുടെ ഈ ബ്രിട്ടാനിയ ക്രൂസിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഇനിയും വീഡിയോസ് ഉണ്ടാവും. അപ്പം എന്തായാലും നല്ലോണം സപ്പോർട്ട് ചെയ്യുക അല്ലേ? തീർച്ചയായും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും കാഡിസിലെ യാത്രകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷിപ്പിലേക്ക് കയറിയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും പറയുന്നത് തന്നെയാണ്, ഞങ്ങൾ വീണ്ടും പറയുകയാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം കാഡിസിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമുക്കിനിയും അടുത്ത രാജ്യവുമായിട്ട് കാണാം. നമ്മുടെ പ്രതിനിധി സച്ചിൻ ഹൈ കാണിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, കിട്ടി.